ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നമ്മൾ 3-ാം തീയതി വീഡിയോ ആണ് കേട്ടോ. അപ്പം അന്ന് അംഗനവാടിയിൽ പ്രവേശനോത്സവമാണ്. ടീച്ചർ, നഴ്സറിത്തെ ടീച്ചർ ഉണ്ണിയോടും വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ ഉണ്ണീനെയും കൊണ്ട് പോവുകയാണ്. അല്ലാണ്ട് നമ്മളിപ്പോൾ ചേർക്കാൻ വേണ്ടി പോവല്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇത് ഫോട്ടോ ഇട്ടപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ ചേർത്തോന്നൊക്കെ. നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വെറുതെ പോയതാട്ടോ കാണാനൊക്കെ വേണ്ടിയിട്ട്. അവൾക്ക് നല്ല ഇഷ്ടമാണ് നഴ്സറിയിൽ പോകാനും ഒക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ പോയിട്ട് ഇപ്പോൾ ഇതാണ്ട് പുതിയ കുട്ടികൾ, അപ്പോൾ അവരേനൊക്കെ ഇതാ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ണി പിന്നെ അവിടെ ഒതുങ്ങിയിരിക്കണമൊന്നുമില്ല, ഉണ്ണി ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാവരും അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യായിരുന്നു. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് മാറ്റുന്ന സ്ഥലമാണ് അംഗനവാടി. അപ്പോൾ നമുക്ക് കൂട്ടും കളിച്ചിട്ടൊക്കെ ഇനി ഇവിടെയാണ് കൂടുതൽ സമയം നല്ല ഭാവി വരുന്നു. അതുപോലെ നന്നായി കളിച്ച് ചിരിച്ച് പഠിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പരിപാടി ഔപചാരികമായിട്ട് മെമ്പർ മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തപ്പോൾ അത് കിട്ടിയിട്ട് നിൽക്കണം ഉണ്ണി. ബാക്കി അവൾക്ക് ഇങ്ങനെ ഇത് കൊടുക്കണമെന്ന് അവൾ അറിയണില്ല കേട്ടോ. എൻ്റെ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഒരു കുട്ടികൾ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് സംഭവം അത് വെക്കാൻ വേണ്ടിയിട്ട് അതൊന്നും അവൾ അറിഞ്ഞിട്ടുണ്ടായില്ല. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ വാങ്ങിയിട്ട് അങ്ങനെ അവൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടികളൊക്കെ ഇരിക്കുകയാണ്. കുട്ടികളെല്ലാവരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഓപ്പോസിറ്റ് പോയിട്ട് ഇരിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ വിളിച്ചിങ്ങടെ തന്നെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ പായസം കൊടുക്കുകയാണ് കുട്ടികൾക്ക്. അപ്പോൾ ഉണ്ണിയും കഴിക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണി പായസം കുടിക്കുകയൊക്കെ ചെയ്തു. ഉണ്ണിക്ക് പായസമൊക്കെ ഇഷ്ടമാണ്. എങ്ങനെയും പോയി അവൾ 1-2 ഗ്ലാസ്സൊക്കെ പായസം കുടിക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു ഗ്ലാസ് തന്നെ കുടിച്ചുള്ളൂ. പിന്നെ അവൾക്ക് മിഠായി ഉള്ള കാരണം അത് പോക്കറ്റിൽ വെച്ചിട്ടാണ് ഇപ്പോൾ പായസം കുടിക്കുന്നത്. അപ്പോൾ അത് വേഗം കുടിച്ചിട്ട് വേണം അത് കഴിക്കാനെന്നുള്ള ഒരു ചിന്തയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ അവിടെ എല്ലാവരും ഒന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയതാട്ടോ. ബട്ടർഫ്ലൈയുടെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. അത് അമ്മമാരൊക്കെ കൂടിയിട്ടൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതാ കുട്ടികൾ തന്നെ അതിന് നടുക്ക് നിർത്തി ഫോട്ടോ എടുക്കണം. ഉണ്ണിയുടെ മാത്രം കിട്ടിയില്ല കേട്ടോ. ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവൾ നിന്ന വഴിക്ക് ഓടിപ്പോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോയിലും കിട്ടിയില്ല, ഫോട്ടോയിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി കുട്ടികളെ ഒരുമിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ലാസ്റ്റ് ഞാൻ ഉണ്ണീനെ ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അംഗനവാടിയിലുള്ള പുതിയ കുട്ടികളുടെ ഒക്കെ നിർത്തിയിട്ടുള്ള ഫോട്ടോ എടുക്കുകയാണ്. അതിൻ്റെ സൈഡിൽ പിന്നെ ഉണ്ണിയെ നിർത്തി എടുത്തു കേട്ടോ. ഒരു മിനിറ്റ് അങ്ങനെ എന്താ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അച്ഛന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തൊപ്പിയൊക്കെ വെച്ചിട്ട് ഏട്ടൻ വന്നപ്പോൾ കാണിച്ചു കൊടുക്കുകയാണ്. അംഗനവാടി പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ ഉണ്ണി അത് കയറൽ തുടങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം മെഷീൻ നേരാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുതത്തി തന്നെയുള്ള ഒരു ഷോപ്പിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിരക്ക്, ഫ്രണ്ടിൽ അവർ തിരക്കാണ്. അപ്പം ഞങ്ങൾ ചെറുത് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയതാട്ടോ. അപ്പോൾ ഉണ്ണിക്കൊരു കപ്പ് വാങ്ങാൻ വിചാരിച്ചു. ഇങ്ങനെ അവൾ പാല് കുടിക്കുന്നുണ്ട് ഇപ്പോൾ വൈകുന്നേരത്ത് കുറച്ചൊരു പകുതി കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ഒക്കെ പകുതി അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞങ്ങൾ ഇതാട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളായിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ ഇതൊന്നും എടുത്തതായിരുന്നു. അപ്പോൾ ആ ചേച്ചി ആ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു കപ്പ് കാണിച്ചു കേട്ടോ. അപ്പോൾ ഇതിനാകുമ്പോൾ അടപ്പൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പാല് കുറച്ച് നേരത്തെ രാത്രിയാണ് കൊടുക്കുക. അപ്പോൾ അവൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ അവൾക്കുള്ള എടുത്തിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും വേറെ ചടക്കിയാണ് ചെയ്യുക. അപ്പോൾ അതെന്തായാലും അടപ്പുള്ളതാണെങ്കിൽ അത് നന്നായി വിചാരിച്ചിട്ട് അങ്ങനെ അത് വാങ്ങിയിട്ടോ. ആ കടയിലും കുറേ മെഷീൻ ഉണ്ട്. അപ്പോൾ മെഷീൻ ഇനിയിപ്പോൾ നേരാക്കി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ പോയത് പുഴയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ പുഴയിലേക്ക് പോയിട്ട് ഉണ്ണിക്ക് നല്ല ഇഷ്ടമാണ്. ഇപ്പോൾ കുറച്ചായി പോയിട്ട്. അപ്പോൾ പാർക്കിൽ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതാട്ടോ.
മീനുണ്ടോ? ഇതാ അതിൽ കൂടെ പോടുണ്ടല്ലോ. ഏട്ടാ അങ്ങോട്ട് പോണ്ട കേട്ടോ. ഞാൻ ഇപ്പൊ കണ്ടൂല്ലോ നേരത്തെ അവിടെ നിക്കുമ്പോ. പാലത്തുമ്മ കൂടെ അത് കുട്ടി വീഴാൻ പോയി. ഇതാ ഫോണിൽ ഉണ്ണീനെ കാണുന്നുണ്ടോ? ഫോണിക്ക് നോക്ക്. ഹായ് അണിക്ക. കുട്ടി പുഴയിൽ കളിക്കാന്ന് പറയും. ഉണ്ണി ഉണ്ണി നനയും. നമുക്ക് നോക്കാം. എനിക്ക് പേടിയാ പോയിന്ന് അവളെ അങ്ങനെ അങ്ങോട്ട് പോവോന്ന് എനിക്കറിയില്ല. ഉണ്ണി അപ്പോൾ അത് അച്ഛനും കുട്ടിയും കൂട്ടിയിട്ട് മണലിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയ സമയത്ത് കക്കനെ കണ്ടു കേട്ടോ. അത് കക്ക അങ്ങനെ നടക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ വെള്ളത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വടി കൊണ്ട് ഇങ്ങനെ വരച്ച പോലെ വെള്ളത്തിൽ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് അറിയണ്ടെന്നില്ല അത് കക്കയാണെന്ന്. ഇത് കണ്ടോ, ഇത് കക്കയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ തറ്റത്ത് നോക്കിയ സമയത്താണ് ഇത് കക്കയാണെന്ന് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നടക്കുക എന്നുള്ളത് അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എടുത്തോക്ക് ഉണ്ണി, എടുത്തോക്ക്. എടുത്തെടുക്ക്. പിടിക്കണട്ടോ വിടല്ലേ. ട്രൗസറൊക്കെ നനഞ്ഞു കേട്ടോ. ഇങ്ങോട്ട് വാ. അതാ ഏട്ടാനൊന്ന് പോയി പിടിക്കോ. തറ്റത്തെത്തി എന്ത് ഏട്ടനാ ഉണ്ടെന്നാണ്. അതോ അങ്ങനെ തൊട്ടടുത്തുള്ള പാർക്കുണ്ട്. അപ്പോൾ അവിടെ പോയിട്ടോ. ഇതിൽ ഉണ്ണി ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ. മതിയോ? മതി. അയ്യോ എന്താ ഭയങ്കര ക്ലിയർ കുറവ്? ഇരുട്ടായ കാരണോ?
അച്ഛൻ വരട്ടെ കേട്ടോ, എന്നിട്ട് ഇരുന്നാ മതി. ഏട്ടാ ഇവിടെ പിടിക്കണം കേട്ടോ, ഇവിടെ നല്ല ഇതുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അവിടെ ഇല്ല, അവിടെ ഇല്ല. ഉണ്ണി ഇതാ വീട്ടിൽ വന്നിട്ട് ആ കപ്പിൽ പാൽ കുടിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു മൈലാഞ്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫാൻസിയിൽ കയറിയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഉണ്ണി ഇടയ്ക്ക് ഇങ്ങനെ പേന കൊണ്ട് ഇങ്ങനെ കയ്യിൽ കുത്തി പറഞ്ഞിട്ട് മൈലാഞ്ചി ഇടുന്ന പോലെ കളിക്കട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ജസ്റ്റ് വാങ്ങിയതാണ്. അപ്പോൾ അതിട്ട് കൊടുക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.